اتقوا الله عباد الله والعاقبة للمتقين. പ്രിയപ്പെട്ട സത്യവിശ്വാസി സഹോദരൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്ന് പറയുന്ന ഒരു ഹദീസിൽ, ഖുദ്സിയായ ഒരു ഹദീസിൽ നമുക്ക് കാണാം, അല്ലാഹു തആല ഖാല മൻ ആദ ലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു, ആരെങ്കിലും എൻ്റെ വലിയനോട് ശത്രുത വെച്ച് പുലർത്തുന്നവനായാൽ അവനോട് ഞാനിതാ യുദ്ധത്തിന് പ്രഖ്യാപിക്കുകയാണ്. وما تقرب إلي عبدي بشيء أحب إلي مما افترضت عليه. അള്ളാഹു ആദ്യം അത് പ്രസ്താവിച്ചതിന് ശേഷം പിന്നെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ വിലായത്തിലേക്ക് എത്തുന്നത് എന്നാണ് പറയുന്നത്. അള്ളാഹുവിൻ്റെ വലിയായിട്ടുള്ള ഒരു മനുഷ്യൻ, സൃഷ്ടികളിൽ നിന്നും അള്ളാഹുവിൻ്റെ വലിയായിട്ടുള്ള ഒരാൾ, അയാളെ ആരെങ്കിലും ശത്രുത വെച്ച് പുലർത്തിയാൽ അയാളോട്, ആ ശത്രുത വെച്ചയാളോട് അള്ളാഹു യുദ്ധത്തിന് തയ്യാറായിരിക്കുന്നു. ആ അവസ്ഥയിലേക്ക്, ആ വലിയ അവസ്ഥയിലേക്ക് എത്തണമെങ്കിലുള്ള കാര്യങ്ങളാണ് ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം എന്താണ്? നമ്മൾ അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതാണ്. നമ്മളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ട 5 നേര നമസ്കാരം, അതുപോലെ റമദാൻ മാസത്തിലെ നോമ്പ്, കഴിവുള്ളവർ സക്കാത്ത്, എത്തിപ്പെടാൻ തൗഫീഖുള്ളവർ ഹജ്ജ്, അതുപോലെ നിർബന്ധമാക്കപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. അത് ചെയ്യുന്നതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. ഇനി വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ ഹത്താ ഉഹിബ്ബഹു. അത് കഴിഞ്ഞതിന് ശേഷം സുന്നത്തായിട്ടുള്ള കാര്യങ്ങൾ, നമസ്കാരങ്ങളാണെങ്കിൽ സുന്നത്ത് നമസ്കാരങ്ങൾ, നോമ്പാണെങ്കിൽ സുന്നത്തായിട്ടുള്ള നോമ്പുകൾ, അതുപോലെ തന്നെ സക്കാത്താണെങ്കിൽ സ്വതക്ക, ഹജ്ജ്, ഉംറ, അതുപോലുള്ള നവാഫിലായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായി ചെയ്യുമ്പോൾ അള്ളാഹുവിന് ആ ഇഷ്ടം വർദ്ധിക്കും. അങ്ങനെ ഇഷ്ടം വർദ്ധിച്ചാൽ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളത് പോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ പിന്നെ അവിടെ സംഭവിക്കാം. അതായത് നാം അവൻ്റെ കേൾവിയാകും, നാം അവൻ്റെ കാഴ്ചയാകും, നാം അവൻ്റെ കൈകാലുകളായി മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ച പ്രയോഗം വളരെ ശ്രദ്ധേയമാണ്. അള്ളാഹു നമ്മളുടെ കേൾവിയാവുക എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം അള്ളാഹുവിന് തൃപ്തികരമല്ലാത്ത മറ്റൊന്നും പിന്നെ നമ്മൾ കേൾക്കില്ല. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒന്നും കാണില്ല. അള്ളാഹുവിൻ്റെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിലേക്ക് കൈകാലുകൾ പ്രവർത്തിക്കില്ല. ആ അവസ്ഥയിലേക്ക് ആയിത്തീരും. ഇത് നമ്മൾ വിചാരിച്ചാലും കഴിയില്ല. ഒരു ഹറാമായ കാര്യം കാണണമെന്ന് കരുതിയാലും അതിൽ നിന്ന് കണ്ണ് മാറിപ്പോകുന്നൊരവസ്ഥ ഉണ്ടാവും. ഹറാമായ കാര്യം കേൾക്കാൻ വിചാരിച്ചാലും അതിൽ നിന്ന് പറ്റാത്തൊരവസ്ഥ. അങ്ങനെ തെറ്റിപ്പോകുന്ന, ഹറാമിൽ നിന്നും അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്നും തെറ്റിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് വലിയ എത്തും എന്നാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഈ വലിയ എന്നോട് ചോദിച്ചാൽ ഞാൻ അയാൾക്ക് നൽകുക തന്നെ ചെയ്യും. അവൻ എന്നോട് അഭയം തേടിയാൽ അയാൾക്ക് ഞാൻ അഭയം കൊടുക്കുക തന്നെ ചെയ്യും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഒരു അവസ്ഥയിലേക്ക് ആർക്കും എത്തിപ്പെടാവുന്നതാണ്. ഇതിന് ആർക്കും ഒരു തടസ്സമില്ല. എന്തെങ്കിലും ഒരു ദറജ എത്തണമെന്നോ ഏതെങ്കിലും ഒരു വലിയ പദവിയിലേക്ക് എത്തിപ്പെടണമെന്നോ അങ്ങനെയൊന്നും ഇല്ല. ഇന്ന കുടുംബത്തിൽ ജനിക്കണമെന്നോ ഒന്നും ഇസ്ലാമിൽ ഒരു നിബന്ധനയുമില്ല. ഈ വിശ്വാസിയായിട്ടുള്ള ഏതൊരാൾക്കും ഈ ഒരു പദവിയിലേക്ക് എത്താം, അള്ളാഹുവിൻ്റെ വലിയാകുന്ന അവസ്ഥയിലേക്ക് എത്താം. അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ, അത് കഴിഞ്ഞാൽ അവൻ സുന്നത്താക്കിയ കാര്യങ്ങൾ, ഇത് എടുക്കുക, ഇത്രയുമേ ഉള്ളൂ. അപ്പോൾ അത് അള്ളാഹുവിലേക്ക് എടുക്കുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. പക്ഷെ നമ്മൾ എന്തു ചെയ്യും? പല മനുഷ്യരും, അധികം ആളുകളും ആഗ്രഹിക്കുന്ന കാര്യമാണ് ദുനിയാവിൽ വലിയ സമ്പന്നരുമായി, വലിയ പദവിയിലുള്ള ആളുകളുമായി ബന്ധം സ്ഥാപിക്കണമെന്ന്. പക്ഷെ അത് എളുപ്പമല്ല, അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ അങ്ങനെ സ്ഥാപിച്ചാൽ തന്നെ ആ ബന്ധങ്ങൾക്ക് ഒരുപാട് പരിമിതികളുണ്ട്. എന്നാൽ ഇതിൻ്റെ എല്ലാം ഉടമസ്ഥനായ അള്ളാഹുവുമായുള്ള ബന്ധമോ അത് സ്ഥാപിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ നമ്മളതിന് തയ്യാറല്ല. അള്ളാഹുവുമായുള്ള അടുത്ത ബന്ധം സ്ഥാപിക്കാൻ വളരെ എളുപ്പമാണ്. എന്നാൽ മനുഷ്യരധികവും അതിന് തയ്യാറല്ല. എന്തൊരു വിരോധാഭാസമായി നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിലേക്ക് അടുത്താൽ അള്ളാഹു കൂടുതലായി ഇങ്ങോട്ട് അടുക്കുന്ന അവസ്ഥയാണുള്ളത് മനസ്സിലാക്കി അള്ളാഹുവിനെ അനുസരിക്കുക. ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നമ്മളുടെ ജീവിതത്തിൽ
അത് നിറവേറ്റപ്പെടുക, അള്ളാഹുവിൻ്റെ വിരോധങ്ങൾ അകറ്റി നിർത്തപ്പെടുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.